സർ, പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് ഒരു പരിധിവരെ പരിഹാരമായത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് നമ്മൾ കരുതിയത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ വന്നതോടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് അന്ന് ഒരു കരാർ പ്രഖ്യാപിച്ചത്. പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ട സമയമായിട്ടും ചർച്ചകളൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കേൾക്കുന്നത് അമേരിക്ക ഇടപെട്ട് ഒന്നാം ഘട്ടത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നടപ്പാക്കിയാൽ മതി എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, അത് അമേരിക്കയുടെ പുതിയ പോളിസി പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് ടു ദി മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന ആളാണ് ഈ പുതിയ പ്ലാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഫേസ് 2 നടക്കേണ്ട തൽക്കാലം ഈ ഫസ്റ്റ് ഫേസിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാസ് ഓവർ എന്ന് പറയുന്ന പെസ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ് ജൂതന്മാർക്കും ക്രിസ്ത്യൻസിനും ഒക്കെ. അതേപോലെ മുസ്ലിംസിന് രമാദാനായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയും മറ്റു ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇനി സെക്കൻഡ് ഫേസിൻ്റെ കാര്യത്തെപ്പറ്റി അധികം ആലോചിക്കാനില്ല, അതിനെപ്പറ്റി അധികം ചർച്ചയൊന്നും നടത്തേണ്ട. നമുക്കൊരു കാര്യം ചെയ്യുക, ഈ ഫസ്റ്റ് ഫേസിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ ആരംഭത്തിൽ തന്നെ പകുതി ഹോസ്റ്റേജസിന് വിട്ടുകൊടുക്കണം. അത് ലിവിങ് ആൻഡ് ഡെഡ്, കുറേ പേര് ജീവിച്ചിരിപ്പുണ്ട്, കുറേ പേര് മരിച്ചവരുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ലിസ്റ്റ് എടുത്തിട്ട് അതിൽ പകുതി ഈ എക്സ്റ്റൻഷൻ തുടങ്ങണ ദിവസം തന്നെ ഇസ്രായേലിന് തിരിച്ചു നൽകണം. പിന്നെ ഈ ഫസ്റ്റ് ഫേസിൻ്റെ എക്സ്റ്റൻഷൻ അവസാനിക്കുന്ന ദിവസം ബാക്കിയുള്ള ഹോസ്റ്റേജസിനെയും വിട്ടുകൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 2 3 ഈ ഏർപ്പാട് എത്ര നാൾ നടക്കും, ഇതിനെപ്പറ്റി ദിവസവും ചർച്ചയുടെ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ഇതൊന്നും വേണ്ട. ഈ ഫസ്റ്റ് ഫേസ് ഇപ്പോൾ കഴിഞ്ഞല്ലോ, അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് മുന്നോട്ട് പോയിക്കോ. അങ്ങനെ ഈ ഹോസ്റ്റേജസിന് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് വരിക. അതാണ് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞാൽ ഞങ്ങൾക്കത് സമ്മതമാണ്, ഞങ്ങൾക്ക് അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഹമാസിന് അത് താല്പര്യമില്ല. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് അതെല്ലാം പഴങ്കഥ. ഇനി നമുക്ക് സെക്കൻഡ് ഫേസ് തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം, ഹോസ്റ്റേജസിന് എങ്ങനെ കൊടുക്കണ്ട എന്നൊക്കെ. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്ന ഈ പ്ലാൻ അംഗീകരിച്ചില്ലെങ്കിൽ ഇനി ഗാസയിലേക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊണ്ടുവരാൻ പറ്റില്ല, അത് ഞങ്ങൾ തടയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4200 ട്രക്സാണ് ഒരാഴ്ച വരുന്നത്. ഭക്ഷ്യസാധനങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ 4200 ട്രക്ക് നിറച്ച സാധനങ്ങൾ വരികയാണ്. അപ്പോൾ അത് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഗാസയിൽ ആൾക്കാർക്ക് പട്ടിണിയിലേക്ക് പോകുന്നൊരു സാഹചര്യം വരും. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ ധാരാളം ഭക്ഷ്യസാധനങ്ങൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്, എത്ര മാസം വേണമെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ഇതിൽ കൂടുതൽ ഭക്ഷണം മറ്റു കാര്യങ്ങളൊന്നും തൽക്കാലം വേണ്ട. ഇനി ഇവിടേക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് യാതൊരുവിധ ഭക്ഷ്യധാന്യങ്ങളോ മറ്റു സാധനങ്ങളോ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, യാതൊരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡും കൊണ്ടുവരണ്ട. ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, അവിടെ മൊബൈൽ ടെൻസ് അങ്ങനെയൊക്കെയുള്ള താമസിക്കാനൊക്കെയുള്ള സൗകര്യം, അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനെ പറ്റിയും ചർച്ചയൊക്കെ നടന്നിരുന്നു. അതൊക്കെ നേരത്തെ തന്നെ ഇസ്രായേൽ തടഞ്ഞായിരുന്നു. അതൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. തൽക്കാലം ഭക്ഷ്യസാധനങ്ങൾ ആണ് പ്രധാനമായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഭക്ഷ്യസാധനങ്ങളുടെ മൂവ്മെൻറ്റ് ഇനി അനുവദിക്കണമെങ്കിൽ, ഇനി ഗാസയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്ന പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതായത് ദാറ്റ് മേ ബി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 16 days ആയിരിക്കും. ആ പറഞ്ഞ ഡേയ്സിനുള്ളിൽ ആദ്യത്തെ ദിവസം തന്നെ പകുതി ഹോസ്റ്റേജസിന് വിട്ടുകൊടുക്കുക, അത് അവസാനിക്കുന്ന ദിവസം ബാക്കിയുള്ള ഹോസ്റ്റേജസിനെയും വിട്ടുകൊടുക്കുക. അത് ജീവനുള്ളവരെയും വിട്ടുകൊടുക്കണം, ജീവനില്ലാത്തവരെയും വിട്ടുകൊടുക്കണം. അതാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അത് നെതന്യാഹു വളരെ ഇൻസിസ്റ്റൻ്റായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ അമേരിക്കയുടെ പോളിസിനെ ഫോളോ ചെയ്യുള്ളൂ. പക്ഷേ ഹമാസ് പറയണത് അവർക്ക് ഇത് സ്വീകാര്യമല്ല, അവർക്ക് ഡയറക്റ്റായിട്ട് ഫേസ് 2 ചർച്ച തുടങ്ങണം, അതനുസരിച്ച് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യണ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ അതേസമയം അവർക്ക് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ പ്ലാൻ വളരെ താല്പര്യമാണ്. മാത്രവുമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഉള്ള ഹോസ്റ്റേജസിൻ്റെ മുഴുവൻ റിലീസ് കഴിഞ്ഞാലേ എന്തെങ്കിലും ഒരു ചർച്ച പെർമനൻറ്റ് സീസ് ഫയറിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടു. അതുവരെ പെർമനൻറ്റ് സീസ് ഫയർ എന്ന് പറയുന്ന
കാര്യം ആലോചിക്കേണ്ടതാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. സാർ, നെതന്യാഹു പറഞ്ഞതിൽ വളരെ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. കാരണം നേരത്തെ തന്നെ നെതന്യാഹു സൈന്യത്തിൻ്റെ അല്ല ഇസ്രായേൽ സേനയുടെ ഒരു അലംഭാവമാണ് കഴിഞ്ഞ 2023 ഒക്ടോബർ 7-നുണ്ടായ സംഭവമെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞു. ഇത് ആർമിയുടെ റിപ്പോർട്ടാണ്. അന്ന് അവർ കുറച്ച് അലസ മനോഭാവം കാണിച്ചു. കാരണം ഹമാസിന് ഇസ്രായേലിനെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ധൈര്യമില്ല. ഹിസ്ബുള്ളയോ അതുപോലെ തന്നെ ഇറാനോ നമ്മളെ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ മൊസാദ് ചില കൃത്യമായ സൂചനകൾ നൽകിയിരുന്നു. ഹമാസിൻ്റെ മൊബൈൽ നെറ്റ്വർക്കുകൾ കൂട്ടത്തോടെ ഇസ്രായേൽ പരിധിയിലേക്ക് വരുന്നുണ്ട്, സംതിങ് റോങ് എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ അമിത ആത്മവിശ്വാസമാണ് താർത്തതെന്ന് പറഞ്ഞു. അതേ തുടർന്ന് ഈ ബന്ദികളെയൊക്കെ ഇപ്പോഴും വിട്ടുകിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ പറയുന്നത് നെതന്യാഹുവിനെ വിമർശിച്ചുകൊണ്ടാണ്. അന്നത്തെ ആ വീഴ്ചയ്ക്കുള്ള ഫലമാണിത്. പക്ഷേ ഇനി ഇസ്രായേൽ ഈ നിലപാട് മാറ്റും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബന്ദിയെ വിട്ടുകിട്ടാൻ, ഒരു മൃതദേഹം വിട്ടുകിട്ടാൻ പോലും നിരവധി ബന്ദികളെ വിട്ടുകിട്ടാൻ ഇവർ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ പലസ്തീനിൽ ഇപ്പോൾ ഉള്ള ആളുകളെ മുഴുവൻ മാറ്റണമെന്നും അത് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും കൊണ്ടുപോകണമെന്ന് നേരത്തെ ഒരു നിലപാടെടുത്തു. പക്ഷേ ഹമാസ് ഒരു തന്ത്രം പ്രയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടേക്ക് ഫുഡ് കിറ്റുകൾ അടക്കം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ചിലർ കൃത്രിമമായി നിർമ്മിച്ച അല്ലെങ്കിൽ എടുത്തു മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ടെൻറ്റുകൾ കൊണ്ടുവരണം, അതായത് വീടുകൾ നിർമ്മിക്കണം എന്ന് പറഞ്ഞാൽ പലസ്തീൻ ജനതയെ അവിടെ തന്നെ നിലനിർത്തണം. എങ്ങാനും ഇവിടെ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തന്ത്രത്തിൻ്റെ മുനയൊടിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല വെസ്റ്റ് ബാങ്കിലേക്കും ഇസ്രായേൽ ശ്രദ്ധ ഊന്നിയതോടുകൂടി ഹമാസിൻ്റെ ഒരു പിടുത്തം വിട്ടുപോയി. കാരണം അവിടെ ഹമാസ് ഇല്ല എന്നാണ് കരുതിയത്. പക്ഷേ മൊസാദിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ചിലപ്പോൾ ഒരു വർഷം വരെ ഇസ്രായേൽ സേനയെ ടാങ്കുകളെ വെസ്റ്റ് ബാങ്കിൽ നിർത്താനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഹമാസിൻ്റെ പ്ലാനുകൾ ഒന്നൊന്നായി പൊളി. ഒപ്പം അമേരിക്ക പറയാണ് എന്തിനാണ് ഇങ്ങനെ കുറച്ച് വിടുന്നത്, മുഴുവൻ പേരെയും വിട്ടുകൊടുക്കുക. അങ്ങനെ മുഴുവൻ പേരെയും വിട്ടുകൊടുത്തു എന്ന നിലയിലേക്ക് വന്നാൽ തൊട്ടടുത്ത ദിവസം അമേരിക്ക ഇസ്രായേലും ഹമാസിനെ അങ്ങ് തീർത്ത് കളയും. ഇത് ഹമാസ് ഭയക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു നിലപാട് ഹമാസ് കർശനമായിട്ട് എടുക്കുന്നത്. അവർ കർശനമായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിന് അല്ലെങ്കിൽ നെതന്യാഹുവിന് പ്രശ്നമുള്ളത് ഫാർ റൈറ്റ് ആൾക്കാരുണ്ട്. ഫാർ റൈറ്റിൽപ്പെട്ട പാർട്ട്നേഴ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതിൽ ഇത്താമർ ബെൻഗുർ എന്ന് പറയുന്ന ഫൈനാൻസ് മിനിസ്റ്ററും അതേപോലെ ബസാലൽ സ്മോട്രിച്ച് എന്ന് പറയുന്ന സെക്യൂരിറ്റിയുടെ മിനിസ്റ്ററൊക്കെ ഉണ്ട്. അവരൊക്കെ ഇദ്ദേഹത്തിനുള്ള സപ്പോർട്ട് പിൻവലിക്കുമെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിൻവലിച്ചും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് നെതന്യാഹുവിൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ്. നിങ്ങളാ പറയുന്നതാണ് ശരി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ നെസസറി ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇനി ഭക്ഷണം എന്ത് കാര്യമൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് സാധനം വേണമെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ അമേരിക്ക പറഞ്ഞിരിക്കുന്ന പദ്ധതി അംഗീകരിച്ചതിന് ശേഷം മതി. അതിൽ ഇപ്പോൾ നെതന്യാഹു എടുത്തിരിക്കുന്ന ഇപ്പോഴാണ് ശരിയായിട്ടുള്ള നടപടി നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ അതിനിടയ്ക്ക് നോർത്തേൺ ഗാസയിൽ മാർച്ച് 2 അവിടെ കുറച്ച് ബോംബിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട് ഈയിടെ. അതുകൂടാതെ ഈ അമേരിക്കയുടെ പോളിസി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇസ്രായേലിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. അതായത് ഈ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ എമർജൻസി അതോറിറ്റി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ $4 ബില്യൺ എമർജൻസി എയ്ഡായിട്ട് ഇപ്പോൾ കൊടുക്കാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അതിന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തത് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ്. അപ്പോൾ അമേരിക്കയുടെ ഏതായാലും അൺലിമിറ്റഡ് സപ്പോർട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഈജിപ്തിൽ കുറേ ചർച്ചകളൊക്കെ നടന്നു. ഖത്തർ, ഈജിപ്ത്, US എല്ലാവരും കൂടി. പക്ഷേ ആ ചർച്ചകളൊക്കെ ഏകദേശം പരാജയപ്പെട്ട മട്ടാണ്. അതിന് വലിയ പുരോഗതി മുന്നോട്ടില്ല. അതിനിടയ്ക്ക് ഹമാസ് വേറൊരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. ഒരു ഹോൺ ബ്രദേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോൺ ഫാമിലിയിലുള്ള കുറച്ച് പേരുടെയൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അവർ ഈ വീഡിയോയിലൂടെ നെതന്യാഹുവിനോട് യാചിക്കുകയാണ്, ഞങ്ങൾ എത്ര കാലം ഇങ്ങനെ കഴിയുന്നു, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ എന്തുമാത്രം മാനസികമായ പീഡനം അനുഭവിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ അതിന് ഈ ഹമാസിൻ്റെ അടുത്ത് ഇനി തർക്കത്തിന് നിൽക്കരുത്, ഹമാസുമായിട്ട് യോജിച്ച് ഒരു തീരുമാനത്തിലെത്തി ഞങ്ങളെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് അവർ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അവർ അപേക്ഷിക്കുന്ന യാചിക്കുന്ന കുറേ അതിൻ്റെ വീഡിയോസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെതന്യാഹു പറയണത് ഇതൊക്കെ ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങളിൽ ഇങ്ങനത്തെ യാചനകളൊക്കെ നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രഷർ ടാക്ടിക്സാണ്, ഹമാസിൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് ഈ നെതന്യാഹു പറയുന്നത്. പിന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ദി കൺട്രി ഈസ് ക്ലോസർ ടു വാർ ദാൻ സീസ് ഫയറിൻ്റെ സാധ്യതകളൊക്കെ അങ്ങനെ മങ്ങിയത് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണോ എന്ന് സംശയം തോന്നുന്നുണ്ട്. യുദ്ധത്തിന് എപ്പോഴും ഇസ്രായേൽ സന്നദ്ധമായിട്ടും സജ്ജമായിട്ടോ നിൽക്കുന്നത്, ഏത് നിമിഷവും തുടങ്ങേണ്ടി വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ നമുക്കറിയാലോ ടാങ്കുകളൊക്കെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഇപ്പോൾ ഈ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇനി അങ്ങോട്ട് ഭക്ഷണ സാധനങ്ങൾ ഒന്നും അയക്കുന്ന പ്രശ്നമില്ലെന്ന്. അപ്പോൾ ഇസ്രായേലിനെ അങ്ങനെ ഭീഷണിപ്പെടുത്താൻ പേടിപ്പിക്കാൻ ഇസ്രായേൽ അല്ലെങ്കിൽ അതിനോട് താല്പര്യപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ട മൃതദേഹങ്ങൾ വെച്ചിട്ട് പോലും അവർ വലിയ ആഘോഷ പരിപാടികളൊക്കെ നടത്തി. അത് ഇസ്രായേൽ ജനതയ്ക്ക് മുമ്പിൽ വലിയ ഒരു എതിർപ്പിന് കാരണമായി. മാത്രമല്ല നെതന്യാഹുവിന് വലിയ അമർഷമുണ്ടായി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകരുതെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈജിപ്തിനെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈജിപ്തിനെ ഇപ്പോൾ അമേരിക്ക ഇസ്രായേൽ അത്ര ഗൗരവമായി കാണുന്നില്ല. കാരണം ഈ ആളുകളെ അങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം ജോർദാൻ എടുത്തതിന് സമാനമായൊരു നിലപാട് എടുക്കുന്നില്ല. ഇതൊരു കള്ളക്കളി അമേരിക്കയും കാണുന്നുണ്ട്, ഇസ്രായേൽ കാണുന്നുണ്ട്. ഈ രണ്ടു കൂട്ടർക്കും ജോർദാനായാലും ഈജിപ്തിനായാലും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ജോർദാൻ അതങ്ങ് പറയാനുള്ള ധൈര്യമില്ല. കാരണം ജോർദാൻ ഈ അമേരിക്കയുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതല്ലേ, സാമ്പത്തികം കിട്ടണതുകൊണ്ട് മാത്രം ഉള്ള നിലനിൽപ്പാണ്. ഈജിപ്തിൽ പിന്നെ പട്ടാള ഭരണകൂടമാണ്, അവർ സാമ്പത്തികം അവർക്കും കിട്ടുന്നുണ്ട്, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അമേരിക്കയിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ അതില്ലെങ്കിലും പിടിച്ചു നിൽക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈജിപ്റ്റ് ഇവിടെ പോയി ഈ ട്രംപിൻ്റെ മുമ്പിലിരുന്ന് ജോർദാനിലെ രാജാവ് അബ്ദുള്ള വേർത്തതുപോലെയോ അല്ലെങ്കിൽ യുക്രൈനിൽ നിന്നും വന്ന നമ്മുടെ സെലൻസ്കി വേർത്തതുപോലെ അവിടെ ഇരുന്ന് വേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആ മീറ്റിംഗ് തൽക്കാലത്തേക്കും നീട്ടിവെക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വെടിനിർത്തൽ ഏതാണ്ട് കഴിഞ്ഞു, ഇനി വേണ്ട, ഇനി ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ അമേരിക്കയിലെയും ഇസ്രായേലിൻ്റെയും ഒരു നിലപാട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അല്ലേ? അതെ അതെ. ഇനിയിപ്പോൾ സീസ് ഫയർ മിക്കവാറും അത് അത്ര ശുഭമല്ല എന്ന് വേണം പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.